നമസ്കാരം. വോട്ട് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം. സ്കൂളുകളിൽ 10ാം ക്ലാസ് വരെ മലയാളം പ്രഥമ നിർബന്ധിത ഭാഷയാക്കാൻ സർക്കാർ നിയമം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇന്ന് ആവശ്യപ്പെട്ടു. കാരണമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ മോണോ ആക്ട് അവതരിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഗുരു ഗോപി കൊട്ടൂരേത്താണ്. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു യൂത്ത് ഫെസ്റ്റിവലിന് അദ്ദേഹം മാർക്കിടാൻ വന്നു. മാർക്കിടാൻ വന്നതിന് ശേഷം പറഞ്ഞു, ഈ കുട്ടി 1ാം സ്ഥാനം കിട്ടിയോ, ആ കുട്ടി ഒന്ന് വരാൻ പറയുന്നു. ഇങ്ങനെ പോയാൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനൊന്നും പോകാൻ പറ്റില്ല, നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാകണം, അതുപോലെ നന്നായിട്ട് അത് പരിശീലിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഈ മൈക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും. കാരണം ഒരു 5-6 കഥാപാത്രങ്ങൾ ഒരു മൈക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്ത് 5 മിനിറ്റിനുള്ളിലാണല്ലോ. അപ്പോൾ അതിൽ ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം അത് വളരെ വ്യക്തമാണെന്ന് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാനീ പറയുന്നത് ശരിയാണെന്ന്, അതായത് ഈ ഉച്ചാരണം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അധ്യാപകരുടെ ഗുരുക്കന്മാരുടെ ഗുണമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞതും അധ്യാപകൻ എന്ന് പറഞ്ഞതും ആ കറക്റ്റ് ഏതൊക്കെ ദായാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ ആകാശവാണിയിൽ ചെല്ലുമ്പോൾ ഈ വിശേഷം എന്ന് പറയുന്നത് നാട്ടുവിശേഷം, അപ്പോ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു വിളി വരും, എനിക്ക് ഡ്യൂട്ടി റൂമിലേക്ക് ഒരു വിളി വരും, ഇതുവരെ വിശേഷം ശരിയായില്ല എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ അപ്പോഴാണ് ഇത്രയും വാർത്താ സമ്മേളനങ്ങളിലും ഒക്കെ വളരെ സ്ഫുടമായിട്ട് സംസാരിക്കുന്ന കാണുന്നുണ്ട്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ആരോഗ്യമന്ത്രിയാണ്, പക്ഷെ മന്ത്രിയുടെ ആരോഗ്യത്തിൽ അത്ര ശ്രദ്ധയില്ല എന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന് ഒരു പരാതിയുണ്ട്. കാരണം ഹരീഷ് പറയുന്നത്, ഇങ്ങനെ ഓടി നടക്കുന്ന മന്ത്രി ശരിക്കും ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടോ എന്ന് രജനീഷ് ചേട്ടൻ ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. ശരിക്കും ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടോ? അല്ല, അതിലൊരു ശരിയുണ്ട്. കാരണം വ്യക്തിപരമായി നമ്മൾ ഈ ഇത്രയും വർഷത്തെ പ്രവർത്തനത്തിൽ ഇപ്പം 4 വർഷം പൂർത്തിയായി. അതിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള ഇത് നമുക്ക് കുറച്ച് ഇങ്ങനെയുള്ള രോഗങ്ങളാണ്. കാരണം നമ്മൾ ഒന്ന് തുടങ്ങുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, ഒരു ദിവസം 24 മണിക്കൂർ, ഒരു വർഷം നമുക്ക് ഇത്ര മണിക്കൂർ, 5 വർഷം ഇത്ര മണിക്കൂറുകൾ മാത്രം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. മിനിസ്റ്റർ തന്നെ പറയുന്നത് വർഷത്തിൽ ഒരു ചെക്കപ്പെങ്കിലും മിനിമം ചെയ്യണമെന്നാണ്. തീർച്ചയായിട്ടും 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും നമുക്ക് പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, അതിനി നമ്മൾ ഭയക്കുന്നതാണല്ലോ ക്യാൻസർ. ഇപ്പോൾ നമ്മൾ ആരോഗ്യമാനന്ദം ഒരു ക്യാമ്പയിൻ തുടങ്ങി. നമ്മുടെ ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ചങ്ങിലൊരു ചെറിയ തടിപ്പുണ്ടായിരുന്നു. അപ്പം അവഗണിച്ച് തന്നെ വിട്ടു. പക്ഷേ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി അദ്ദേഹം പരിശോധന നടത്തി. അത് ഞങ്ങളെല്ലാം പരിശോധിച്ചാണല്ലോ ആദ്യം തുടങ്ങേണ്ടത്, നമ്മളിൽ നിന്നാണല്ലോ. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസറാണ്. അപ്പോൾ വാർഷിക ആരോഗ്യ പരിശോധന ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞില്ലേ, ഈ ജീവിതശൈലിയാണ് നമ്മൾ രോഗങ്ങൾ നൽകുന്നത്. നമ്മളിപ്പോൾ ഈ ശൈലി അപ്പോഴേ സർവേ നടത്തി എവിടെ ഒരു ചെറിയ സ്പേസ് കിട്ടിയാലും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ ശ്രദ്ധിക്കുന്നത് ഞാൻ കാണാറുണ്ട്.